empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. നാം എല്ലാവരും 2025 പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ പുതുവർഷത്തിലെ ആദ്യത്തെ പ്രിഷില്ലയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. സങ്കീർത്തകനായ ദാവീദ് 107 അധ്യായം അതിൽ 1 തിരുവാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. നിരന്തരം നമ്മുടെ മേൽ കരുണ ചൊരിയുന്ന കർത്താവിന് നന്ദി പറയുവിൻ എന്ന ദാവീദ് രാജാവ് പറയുന്നത്. ഈ കഴിഞ്ഞ നിമിഷം വരെയും നമ്മെ കരം പിടിച്ച് നടത്തുന്ന നമ്മുടെ കർത്താവ്, എത്രയോ പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നുപോയി. വഴിമുട്ടി നിന്ന എത്രയോ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതിലൂടെ എല്ലാം നമ്മെ കരം പിടിച്ച് നടത്തി ഒത്തിരിയേറെ ആത്മീയ പ്രബോധനങ്ങൾ നമ്മുടെ ആത്മാവിലേക്ക് പകർന്ന് നമ്മെ നടത്തുന്ന, കൈ പിടിച്ച് നടത്തുന്ന നമ്മുടെ കർത്താവിന് നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ശുശ്രൂഷയെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ പ്രകാശിതമാകുവാൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മുടെ കർത്താവിനെ നമുക്കൊന്ന് ചേർന്ന് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഹല്ലേലൂയ. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, നന്ദി ഈശോയെ. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഹല്ലേലൂയ. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. പറയുന്നു കർത്താവേ, ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ പ്രതിസന്ധികളിൽ, ഞങ്ങളുടെ പ്രതികൂലങ്ങളിൽ അങ്ങ് ഞങ്ങളെ നടത്തിയ വിധങ്ങളെ ഓർത്ത് കർത്താവേ ഞങ്ങൾ നന്ദി പറയുകയാണ്. നിമിഷം കരം പിടിച്ച് നടത്തിയ അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് കർത്താവേ ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹാഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോൾ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോൾ, വിളി കേട്ട ഞങ്ങളുടെ ദൈവമേ, ഹാഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോൾ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോൾ, മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെ, ഇത്രത്തോളം യഹോവ സഹായിച്ചു. മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെ, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഹല്ലേലൂയ. ഇത്രത്തോളം യഹോവ സഹായിച്ചു, നന്ദി. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഹല്ലേലൂയ. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. നന്ദി പറയുന്നു ഈശോയെ. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രത്തോളം ഞങ്ങൾ യഹോവ നന്ദി പറയുന്നു. നന്ദി ഈശോയെ, സഹായിച്ചു. നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, മാതാവേ, എപ്പോഴും കൃതജ്ഞതയുള്ളൊരു ഹൃദയത്തോടെ ജീവിച്ച് ഞങ്ങൾക്ക് കാണിച്ചു തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, കൃതജ്ഞതയുള്ളവരായി ജീവിക്കുവാനുള്ള ആ ഒരു അനുഗ്രഹം, ആ ഒരു കൃപ ഞങ്ങൾക്ക് മേടിച്ചു തരണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുകുടുംബത്തിന്റെ പാലക, ഈ പുതുവർഷത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങൾ കൂടുതലായി ഈശോയ്ക്ക് വേണ്ടി നിൽക്കുന്ന കുടുംബങ്ങളായി മാറുവാൻ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ,
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പുതുവർഷത്തിൽ കർത്താവിന്റെ വചനത്തിന്റെ മുൻപിലായിരിക്കുകയാണ്. കർത്താവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ യേശു ക്രിസ്തുവിന്റെ വംശാവലിയിൽ എടുത്തു പറയുന്ന 5 സ്ത്രീകളുണ്ട്. നമ്മുടെ ഈ പ്രോഗ്രാം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാകുമ്പോൾ ആ സ്ത്രീകളെ കുറിച്ച് നമ്മൾ ഒന്ന് ചിന്തിക്കാനായി പോവുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ആദ്യ അധ്യായത്തിൽ തന്നെ യേശു ക്രിസ്തുവിന്റെ വംശാവലിയെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ 5 സ്ത്രീകളെയാണ് പേരെടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിലെ താമാർ, അതുപോലെ തന്നെ ജോഷുവയുടെ പുസ്തകത്തിൽ വരുന്ന സൽമോന്റെ ഭാര്യയായ റാഹാബ്, അതുപോലെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ റൂത്ത്, പിന്നെ 4-മതായി പറയുന്നത് ദാവീദിന്റെ ഭാര്യയായ സോളമൻ രാജാവിന്റെ അമ്മയായ ബേത്ശെബ, അതുപോലെ എല്ലാവരെയും മറികടന്നുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട അമ്മ മാതാവ്. ഇങ്ങനെ 5 സ്ത്രീകളെ കുറിച്ചാണ് യേശുവിന്റെ വംശാവലിയിൽ നമുക്ക് പേരെടുത്ത് കാണുവാനായി സാധിക്കുന്നത്. ഇതിലെ ഒരാളെ കുറിച്ചാണ് ഇന്നു മുതൽ നമ്മൾ പഠിക്കാനായി ആരംഭിക്കുന്നത്. സൽമോന്റെ ഭാര്യയായ റാഹാബ്. ജോഷുവയുടെ പുസ്തകത്തിലാണ് നമ്മൾ റാഹാബിനെ കണ്ടുമുട്ടുന്നത്. ആരായിരുന്നു റാഹാബ്? നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് വരാം. ജെറീക്കോ എന്ന പട്ടണത്തിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു റാഹാബ്. നമുക്കറിയാം, ജോഷുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം 40 വർഷങ്ങളോളം മരുഭൂമിയിലൂടെ നടക്കുകയാണ്. ഒടുവിൽ അവർ കാനാൻ ദേശത്തിന്, വാഗ്ദാന ദേശത്തിന് അടുത്തെത്തിയപ്പോൾ ജോഷുവ കർത്താവിന്റെ നിർദ്ദേശപ്രകാരം 2 ചാരന്മാരെ ജെറീക്കോയിലേക്ക് വിടുന്നുണ്ട്. നമുക്ക് ജോഷുവയുടെ പുസ്തകത്തിലേക്ക് പോകാം. ജോഷുവയുടെ പുസ്തകം 2-ാം അധ്യായം, അതിലെ 1-ാം തിരുവാക്യം. നൂനിന്റെ മകനായ ജോഷുവ ഷിത്തിമിൽ നിന്ന് 2 പേരെ രഹസ്യ നിരീക്ഷണത്തിന് അയച്ചുകൊണ്ട് പറഞ്ഞു. രഹസ്യ നിരീക്ഷണത്തിന് അയക്കുകയാണ്. ഈ 2 പേർ ജെറീക്കോയിൽ, അവർക്ക് തികച്ചും അപരിചിതമായിരുന്ന ജെറീക്കോ പട്ടണത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ അവർ കടന്നു ചെല്ലുമ്പോൾ അവർ കണ്ടുമുട്ടുന്ന, അവർക്ക് അഭയം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് റാഹാബ് എന്ന സ്ത്രീ. അവൾ ആരായിരുന്നുവെന്ന് അതേ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് കർത്താവിന്റെ വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. വേശ്യയായ റാഹാബിന്റെ വീട്ടിൽ രാത്രി കഴിച്ചു. ഈ 2 ചാരന്മാർക്ക്, ഇസ്രായേൽ ചാരന്മാർക്ക് അഭയം കൊടുത്തത് വേശ്യയായ റാഹാബായിരുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, വേശ്യയായ റാഹാബ് എന്ന കർത്താവ് അവളെ കുറിച്ച് വീണ്ടും വീണ്ടും ജോഷുവയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതായത് അവളുടെ പാസ്റ്റ് എന്ന് പറയുന്നത് ഒട്ടും തന്നെ നല്ല ഒരു കാര്യമായിരുന്നില്ല. എങ്കിലും അവൾ കർത്താവിന് വേണ്ടി ജീവിക്കാനായി തീരുമാനിക്കുകയാണ്. കർത്താവിന്റെ മുൻപിൽ തന്റെ ജീവിതം അവൾ സമർപ്പിക്കുകയാണ്. ഈ ജോഷുവ അയച്ച ചാരന്മാർക്ക് എല്ലാവിധ സഹായവും നൽകിക്കൊണ്ട് കർത്താവിന്റെ വേലയിൽ അവൾ വ്യാപരിക്കുകയാണ്. പിന്നീട് അവളുടെ പാസ്റ്റ് എന്തായിരുന്നു എന്നതിന് യാതൊരു പ്രസക്തിയും ഉള്ളതായി നമ്മൾ കാണുന്നില്ല. വേശ്യയായിരുന്ന റാഹാബ് എന്നിവിടെ പറഞ്ഞെടുത്ത് നമ്മൾ വചനത്തിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ പറഞ്ഞു, മത്തായിയുടെ സുവിശേഷത്തിൽ യേശുവിന്റെ വംശാവലിയിൽ ഈ റാഹാബിനെയാണ് കർത്താവ് വിവരിച്ചു പറയുന്നത്. വേശ്യയായിരുന്ന റാഹാബിനെ കർത്താവ് റീഡിഫൈൻ ചെയ്യുകയാണ്. അവളെ പരിപൂർണമായിട്ടും വേറൊരു സൃഷ്ടിയായി കർത്താവ് നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം, അതിൽ 5-ാം തിരുവാക്യത്തിന്റെ ആദ്യ ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സൽമോൻ റാഹാബിൽ നിന്നും ജനിച്ച ബോവാസിന്റെയും ബോവാസ് റൂത്തിൽ നിന്നും ജനിച്ച ഓബദിന്റെയും ഓബദ് ജെസ്സെയുടെയും ജെസ്സെ ദാവീദ് രാജാവിന്റെയും പിതാവായിരുന്നു. ഇവിടെ സൽമോന്റെ ഭാര്യയായ റാഹാബിൽ നിന്ന് ബോവാസും, പിന്നീട് അവരുടെ മകനായി ഓബദിന്റെ മകനായി ജെസ്സയുടെ മകനായി ദാവീദ് രാജാവും പിറക്കുകയാണ്. ദാവീദ് രാജാവിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ആയിട്ടാണ് വേശ്യ എന്ന് ആദ്യം വിളിക്കപ്പെട്ട ആ ഒരു റാഹാബ് മാറുന്നത്.
വേശ്യയായിരുന്ന റാഹാബ് സൽമോന്റെ ഭാര്യയായി അവൾ നമ്മുടെ കർത്താവിന്റെ വംശാവലിയിൽ ഇടം നേടുകയാണ്. ഹെബ്രായരുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ ലിസ്റ്റ് പറയുന്ന ആ ഒരു അധ്യായത്തിൽ റാഹാബിനെ കർത്താവ് എടുത്തു വയ്ക്കുന്നുണ്ട്. അത്രമാത്രം വിശ്വാസത്തിനു വേണ്ടി നിലകൊണ്ട റാഹാബിന്റെ ചരിത്രം തന്നെ കർത്താവ് മാറ്റി എഴുതുകയായിരുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, നാം പുതുവർഷത്തിലായിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം വരെയും കഴിഞ്ഞ ഈ ഒരു നിമിഷം വരെയും നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും കർത്താവിന് നമ്മുടെ ജീവിതത്തെ റീഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്ന റാഹാബ് നമുക്ക് തെളിയിച്ചു തരുന്നത്. എന്തൊക്കെ കുറവുകളായിക്കൊള്ളട്ടെ, നമ്മുടെ കയ്യിൽ നിന്നും എത്രമാത്രം പിഴവുകളായിക്കൊള്ളട്ടെ, എന്ത് തന്നെ സംഭവിച്ചാലും നമ്മുടെ കർത്താവിലേക്ക് തിരിഞ്ഞ് കർത്താവിന് നമ്മുടെ ജീവിതം സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കർത്താവ് അതെടുത്ത് ഉപയോഗിക്കും. അതാണ് റാഹാബിന്റെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത്. പരിപൂർണമായും കർത്താവിന് സമർപ്പിച്ചപ്പോൾ അവൾ ഒരു പുതിയ സൃഷ്ടിയായി മാറുകയായിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അവിടെ 18-ഉം 19-ഉം തിരുവാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു. ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. കഴിഞ്ഞ കാലത്തിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എത്ര വലിയ പാളിച്ചകൾ ആയിക്കൊള്ളട്ടെ, കർത്താവിനെ നമ്മൾ വിഷമിപ്പിച്ച എത്രയോ വലിയ സാഹചര്യങ്ങൾ ആയിക്കൊള്ളട്ടെ, അതൊന്നും ഇനി ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട എന്ന കർത്താവ് പറയുന്നേ. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു കാര്യം ചെയ്യുകയാണ്. നമ്മെ പുതിയ ഒരു ജീവിതത്തിലേക്ക് കർത്താവ് വിളിക്കുകയാണ്. കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് പരിതപിച്ച് വിഷമിച്ച് നമ്മൾ ഇരിക്കാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഫിലിപ്പിയിലെ സഭയ്ക്ക് പൗലോസ്ലീഹ എഴുതിയ ലേഖനം അവിടെ 3-ാം അധ്യായം 13-ാം തിരുവാക്യത്തിന്റെ അവസാന ഭാഗത്ത് പൗലോസ്ലീഹായും ഇത് തന്നെയാ പറയുന്നത്. എന്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട്, പൗലോസ്ലീഹ താൻ സ്വീകരിച്ച ആ ഒരു നിലപാടിനെ കുറിച്ചാ പറയുന്നത്. പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ എന്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുൻപിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. പൗലോസ്ലീഹ തന്റെ വിശ്വാസ ഓട്ടത്തിൽ പൗലോസ്ലീഹായെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്താണ്? അതിലൊരു പ്രധാന ഘടകമായിരുന്നു തന്റെ പിന്നിലുള്ളവയെ പൗലോസ്ലീഹ വിസ്മരിക്കുകയാണ്. തന്റെ ജീവിതത്തിൽ മുൻപ് കാലത്ത് വന്നുപോയ എല്ലാ പിഴവുകളെയും പൗലോസ്ലീഹ വിസ്മരിക്കുകയാണ്. ഇനി പൗലോസ്ലീഹയ്ക്ക് ഒരു ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. മുന്നിലുള്ളതിനെ, തനിക്ക് ലക്ഷ്യമായിട്ടുള്ളതിനെ, നിത്യതയിൽ തന്റെ കർത്താവിനോടൊത്തുള്ള ഒരു ജീവിതത്തെ മാത്രം ലക്ഷ്യമാക്കി പൗലോസ്ലീഹ മുന്നോട്ട് ഓടുകയാണ്. അതിന് തടസ്സമായി തന്റെ പിന്നിലുള്ളവയെ വരുവാൻ പൗലോസ്ലീഹ സമ്മതിക്കുന്നില്ല. ഇതേ ആഹ്വാനമാ ഈ പുതുവർഷത്തിൽ കർത്താവ് നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. റാഹാബിനെ പോലെ പൗലോസ്ലീഹായെ പോലെ നമ്മുടെ പിന്നിലുള്ളവയെ വിസ്മരിക്കാൻ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അവിടെ 22-ാം തിരുവാക്യത്തിൽ അതിൽ നാം ചെയ്യേണ്ട ഒരു പ്രധാന കാര്യത്തെക്കുറിച്ച് കർത്താവിന്റെ വചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്നും രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. തിരുവചനത്തിൽ വീണ്ടും വീണ്ടും പറയുകയാണ്, ആസക്തികളാൽ കലുഷിതമായ വഞ്ചന നിറഞ്ഞ പാവാവസ്ഥയിലുള്ള നമ്മുടെ പഴയ മനുഷ്യനെ ദൂരെ എറിയുവാനായിട്ട്. എന്നിട്ട് കർത്താവിൽ ഒരു പുതിയ സൃഷ്ടിയായി നമ്മുടെ മുൻപിലുള്ളവയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഓടുവാൻ കർത്താവ് നമ്മളോട് പറയുകയാണ്. റാഹാബ് അതല്ലേ ചെയ്തത്? റാഹാബിന്റെ ജീവിതത്തെ തന്നെ കർത്താവ് മാറ്റിമറിക്കുകയായിരുന്നു. പുതിയൊരു ജീവിതമായി, കർത്താവിനോട് ചേർന്നുള്ള ഒരു ജീവിതമായി, കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു ജീവിതമായി റാഹാബിന്റെ ജീവിതം മാറുകയായിരുന്നു. ഇതേ ഒരു വിളിയിലേക്ക് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരിയേറെ വിഷമത്തിലായിരിക്കുന്നവരാകാം, നമ്മളെ തന്നെ വിലയില്ലാത്തവരായി കാണുന്നവരാകാം. എന്നാൽ പരിശുദ്ധ വചനത്തിൽ കർത്താവ് നമുക്കൊരു ആശ്വാസം നൽകുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം അവിടെ 3-ാം അധ്യായം അതിലെ 1-ാം തിരുവാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് കർത്താവ് നമ്മളോട് പറയുകയാണ്, കണ്ടാലും
കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു. ദൈവമക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണു താനും. നാം അങ്ങനെയാണ് താനും. യോഹന്നാൻ ശ്ലീഹ നമുക്ക് ഉറപ്പ് തരികയാണ്, നമ്മൾ ദൈവമക്കളാണ്. എത്ര വലിയ തെറ്റ് ചെയ്തവരാണെങ്കിലും, എന്തോരം കർത്താവിനെ വിഷമിപ്പിച്ചവരാണെങ്കിലും, പിതാവ് എത്ര വലിയ സ്നേഹമാണ് നമ്മോട് കാണിച്ചത്. അതിന്റെ ഓർമ്മയല്ലേ നമ്മൾ ക്രിസ്മസിൽ കൊണ്ടാടിയത്. നമ്മെ രക്ഷിക്കാനായി, നമ്മളെ ദൈവമക്കളാക്കാനായി നമ്മുടെ കർത്താവ് മനുഷ്യനായി അവതരിച്ചതിന്റെ ഓർമ്മ. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. വീണ്ടും നമ്മുടെ പഴയ ജീവിതത്തെ ഓർത്ത് വിഷമിച്ചിരിക്കാൻ നമ്മളെ വീണ്ടെടുത്ത കർത്താവ് ആഗ്രഹിക്കുമോ? ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വന്ന് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഓടാനാ കർത്താവ് നമ്മളോട് പറയുന്നേ. പത്രോസ്ലിഹായും വീണ്ടും ഇത് തന്നെയാ പറഞ്ഞു തരുന്നേ. പത്രോസ്ലിഹ എഴുതിയ ആദ്യത്തെ ലേഖനം 2-ാം അധ്യായം 9-ാം തിരുവാക്യം. എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. എത്ര വലിയ സ്ഥാനത്തേക്കാ കർത്താവ് നമ്മളെ ഉയർത്തിയിരിക്കുന്നേ. നമ്മുടെ പഴയതിനെ വിട്ട് നമുക്ക് കർത്താവ് നേടിത്തന്ന ആ വലിയ സ്ഥാനത്തേക്ക് നമുക്ക് കയറി നിൽക്കാം. കർത്താവ് നൽകിയ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. വീണ്ടും കൊളോസ്യോസുകാർക്ക് എഴുതിയ ലേഖനം അവിടെ 1-ാം അധ്യായം 12-ാം തിരുവാക്യത്തിൽ കർത്താവ് വീണ്ടും പറയുകയാണ്, പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. നമുക്ക് കർത്താവ് നേടിത്തന്ന യോഗ്യത എന്താ പ്രിയമുള്ളവരെ? നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ ചിന്തിക്കുമ്പോൾ എന്തോരം അയോഗ്യതകൾ നമുക്കുണ്ട്. എന്നാൽ കർത്താവ് നേടിത്തന്ന ആ ഒരു യോഗ്യത, അതാണ് നമ്മളുടെ ഡെസിഗ്നേഷൻ ആയി മാറേണ്ടത്. പ്രകാശത്തിൽ വിശുദ്ധരോട് ഒത്തായിരിക്കുവാനായി കർത്താവ് നമുക്ക് യോഗ്യത നൽകിയിരിക്കുകയാണ്. ആ ഒരു അവകാശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പഴയതിനെല്ലാം വിട്ടുകളഞ്ഞ് കർത്താവ് നൽകുന്ന സ്വാതന്ത്ര്യത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. വീണ്ടും എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 19-ാം തിരുവാക്യത്തിൽ കർത്താവ് വീണ്ടും പറയുകയാണ്, ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. കർത്താവ് വീണ്ടും വീണ്ടും സകല അപ്പസ്തോലന്മാരും നമുക്ക് ഉറപ്പ് തരികയാണ് നമ്മളുടെ പുതിയ ആ ഒരു ഡെസിഗ്നേഷൻ എന്താണെന്നുള്ളത്. നമ്മൾ സഹപൗരരാണ് സ്വർഗത്തിൽ വിശുദ്ധരോടൊപ്പം. നമ്മൾ ദൈവ മക്കളാണ്. എല്ലാ അവകാശങ്ങൾക്കും യോഗ്യതയുള്ളവരാണ്. ഈ ഒരു അവകാശത്തെ, ഈ ഒരു യോഗ്യതയെ നമുക്ക് മുറുകെ പിടിക്കാൻ പ്രിയമുള്ളവരെ. യെശയ്യാ പ്രവാചകന്റെ പ്രവചന ഗ്രന്ഥത്തിൽ നമ്മൾ ആദ്യം കണ്ട ആ വാക്യം നമുക്ക് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. 43-ാം അധ്യായം 18-ാം തിരുവാക്യം. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ പഠിച്ച ആ റാഹാബിനെ പോലെ കഴിഞ്ഞ കാര്യങ്ങളെ നമുക്ക് പരിപൂർണമായും വിട്ടുകളയാം. നമുക്കറിയാം, നമ്മുടെ വിശുദ്ധരെല്ലാവരും ഇതുപോലെ ഓരോ കഴിഞ്ഞ കാലങ്ങൾ ഉള്ളവരായിരുന്നു. ആ കഴിഞ്ഞ കാലങ്ങളെ വിട്ടുകളഞ്ഞപ്പോഴാണ് അവർ കർത്താവിന്റെ പൊന്നു മക്കളായി മാറിയത്. കർത്താവിന് പ്രയോജനകരങ്ങളായ പാത്രങ്ങളായി അവർ മാറിയത്. നമുക്കും അതുപോലെ കഴിഞ്ഞ കാലങ്ങളെ വിട്ടുകളയാം. നമുക്ക് വന്ന തെറ്റുകൾ, പാളിച്ചകൾ എല്ലാം വിട്ട് നമുക്ക് പുതിയത് കർത്താവ് നമ്മിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഈ പുതുവർഷത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ കർത്താവിന് സമർപ്പിക്കാം. കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം അവിടെ 17-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുകയാണ്, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. എന്റെ പ്രിയ സഹോദരങ്ങളെ, പഴയതിനെ നമുക്ക് വിട്ടുകളയാം. ഇന്നു മുതൽ പുതിയ സൃഷ്ടിയായി കർത്താവിന് പ്രയോജനകരങ്ങളായ പാത്രങ്ങളായി നമുക്ക് മാറാം. കർത്താവിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻസ്ട്രുമെന്റ്സ് ആയി നമ്മുടെ ജീവിതങ്ങൾ മാറണം. അതിനായി പഴയ കാര്യങ്ങളെ നമ്മൾ അത് ഓർത്ത് വിലപിച്ചിരിക്കാതെ, അതിനെ ഓർത്ത് പരിതപിക്കാതെ കർത്താവിന് വിട്ടുകൊടുക്കുക. റാഹാബിനെ പോലെ പുതിയൊരു ജീവിതത്തിലേക്ക് നമുക്ക് കർത്താവിനോട് ചേർന്നുള്ള, കർത്താവിൽ ആനന്ദിക്കുന്ന പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാം.
പൗലോസ്ലിഹ പറഞ്ഞതുപോലെ പിന്നിലുള്ളവയൊക്കെ വിസ്മരിച്ച് മുന്നിലുള്ളതിനെ ലക്ഷ്യമാക്കി ഓടാനായി നമുക്ക് തയ്യാറെടുക്കാം. കർത്താവ് റഹാബിലൂടെ നമുക്ക് നൽകിയ ഈ ഒരു വാഗ്ദാനം, ഈ ഒരു ആഹ്വാനം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. അതൊരു കൃപയായി സ്വീകരിക്കുവാനുള്ള ആ ഒരു അഭിഷേകത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി പറയുന്നു, ഈശോയെ നന്ദി പറയുന്നു. കർത്താവെ, കഴിഞ്ഞതിനെ വിട്ട് പുതിയതിലേക്ക് കടക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുന്നതിനെ ഓർത്ത് കർത്താവെ ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ. ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്, കുട്ടിപ്പാടാനേറെ കാരണമുണ്ട്. ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, 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 നമ്മുടെ യേശു ജീവിക്കുന്നു. ഈശോയെ നന്ദി. ഈശോയെ, ഞങ്ങളുടെ കാലുകൾ വഴുതി പോയപ്പോഴെല്ലാം കർത്താവെ അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തിയ സ്നേഹത്തിനായി കർത്താവെ നന്ദി പറയുകയാണ്. അങ്ങ് നൽകുന്ന ആഹ്വാനങ്ങൾക്കായി കർത്താവെ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങ് നൽകിയ ഉന്നത വിളി ഓർത്ത് ഈശോയെ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഉന്നത വിളിയാൽ വിളിച്ചു നമ്മെ, ലഭിച്ചതോ ഉള്ളിൽ പോലും നനച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു നമ്മെ, ലഭിച്ചതോ ഉള്ളിൽ പോലും നനച്ചതല്ല. ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിടുന്നു. ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിടുന്നു. ഹല്ലേലൂയ, 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 നമ്മുടെ യേശു ജീവിക്കുന്നു. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി പറയുകയാണ്. അങ്ങ് നൽകിയ വലിയ അനുഗ്രഹങ്ങൾക്കായി നന്ദി പറയുന്നു. കർത്താവേ, കഴിഞ്ഞ കാലങ്ങളെല്ലാം മറന്ന് ഒരു പുതിയ ജീവിതത്തിലേക്ക് അങ്ങ് ഞങ്ങളെ വിളിച്ചതിനെ ഓർത്ത് കർത്താവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, റാഹാബിനെ കുറിച്ച് നമുക്ക് തുടർന്നും പഠിക്കാനുണ്ട്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പരസ്പരം പ്രാർത്ഥിച്ച് ബലപ്പെടുത്തി കർത്താവിൽ പുതിയ സൃഷ്ടികളായി നമുക്ക് മുന്നേറാം. എല്ലാവർക്കും കർത്താവിനാൽ അനുഗ്രഹപ്രദമായ ഒരു പുതിയ വർഷം ആശംസിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.